പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താ ഓണമൊക്കെ ഇതേ എത്തിയല്ലോ അല്ലേ? പിന്നെ ഇത്തവണത്തെ ഓണം നമ്മൾ ഇത്രയും നാളും ആഘോഷിച്ച പോലത്തെ ഒരു ഓണം അല്ലല്ലോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നെയ്ബേഴ്സായിട്ട് ചെറിയ ചെറിയ കളികൾ ഒരുക്കുക, പൂക്കളം അത്തപ്പൂ ഇടുക, പൂ പറിക്കാൻ പോവുക. പക്ഷേ ഇത്തവണത്തെ ഓണം നമ്മൾ ഇത്രയും നാൾ ആഘോഷിച്ച രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? പക്ഷേ സാരമില്ല, ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസിലും നിൽക്കുന്നില്ല. എല്ലാ പ്രാവശ്യത്തെ സദ്യ കഴിക്കുന്ന പോലെ തന്നെ ഇത്തവണയും വയറ് നിറയെ കഴിച്ച് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പം ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ നമ്മുടെ സദ്യയിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ്. മിക്ക സദ്യയിൽ ഈ വിഭവം കാണും കേട്ടോ. അതെന്താന്ന് വെച്ചാൽ കൂട്ടുകറിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൂട്ടുകറിയാണ്. അതെന്റെ ഫേവറേറ്റ് ഡിഷ് ആട്ടോ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളെ എന്ത് കമന്റ്സ് ആണെങ്കിലും അറിയിക്കുക. അപ്പൊ ഇനി ഈ വീഡിയോ പെട്ടെന്ന് പോയി കണ്ടിട്ട് തരാം. അപ്പോൾ നമ്മുടെ കടലക്കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് കഴുകിയെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്കത് മുങ്ങുന്ന പാകത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് 4 വിസിൽ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടി 1 കപ്പ് ചേനയും ഒരു പച്ചക്കായയും ചെറുതായി അരിഞ്ഞത് ഒരു കടായിലേക്ക് ഇട്ട ശേഷം അത് മുങ്ങുന്ന പാകത്തിന് വെള്ളവും ഒഴിച്ച് കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവാനായിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇത് സിമ്മി വെച്ച് വേണേൽ നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇനി ഇടയ്ക്ക് ഇതിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കൈവച്ച് അമർത്തി നോക്കി വെന്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ ഇട്ട് അതിലേക്ക് 3 വെളുത്തുള്ളിയും കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ജീരകവും കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത തേങ്ങ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നേരത്തെ വേവിച്ചെടുത്ത കടലയും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുകിട്ട് 3-4 വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കരിവേപ്പിലയും 3 ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കടലക്കൂട്ടുകറിയൊക്കെ ഏകദേശം ഇവിടെ വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കടലക്കൂട്ടുകറി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കൂട്ടുകറി ഇത്ര എളുപ്പമാണോ എന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും തോന്നിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഓണമൊക്കെ അടിച്ചു പൊളിക്കുക എല്ലാവരും. ഈ റെസിപ്പി എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.